മഴതോരും മുമ്പേൽ രോഹിത്തിൻ്റെ വേർപാടിൽ സങ്കടപ്പെടുന്ന രേവതിക്കുട്ടിയെ നമുക്ക് കാണാം. അതായത് രേവതിക്കുട്ടി രോഹിത്തിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതിലേക്കാണ് സാഹചര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ മാമച്ചൻ വളരെയധികം സങ്കടകരമായി തന്നെ രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണയോടും നമ്മുടെ അലീനയോടും പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ ജീവിച്ചത് വളരെയധികം ഒറ്റപ്പെട്ടാണ്, ആരുമില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ മക്കളെ, നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അനാഥരെ പോലെയല്ല, ഞങ്ങൾക്ക് ആളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാവുന്നതാണ്. അതിന് നിങ്ങൾ ആരുടെയും പെർമിഷൻ ചോദിക്കുകയോ അങ്ങനെ ഒന്നും എടുക്കുകയോ ആവശ്യമില്ല. വിളിക്കുക കൂടെ വേണ്ട. നിങ്ങളുടെ വീട് പോലെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. നിങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, ഞങ്ങളെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞങ്ങളുടെ വീട് പോലെ തന്നെയാണ് ഞങ്ങൾ ഈ വീട്ടിലും പെരുമാറിയിട്ടുള്ളത്, കണ്ടത്. നിങ്ങളെ ഞങ്ങളുടെ അച്ഛനമ്മമാർ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അത് കേട്ട നമ്മുടെ ആൾക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. മാമച്ചനാണെങ്കിൽ സന്തോഷം കൊണ്ട് രോഹിത്തിൻ്റെ കൈകളിൽ പിടിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ രേവതിക്കുട്ടി വളരെയധികം മനോവിഷമത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അലീന ചേച്ചി പോകുന്നു, കൂടെ ഉണ്ടായിരുന്നവർ, സന്തോഷങ്ങൾ, ഇത്ര ദിവസത്തെ സന്തോഷം ഒക്കെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കുട്ടിക്ക് നല്ല രീതിയിലുള്ള സങ്കടമുണ്ട്, വിഷമമുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം ആദ്യം തന്നെ അലീന രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നീ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും, ചേച്ചി ഇടയ്ക്ക് വരാമെന്നേ, പേടിക്കേണ്ട, ഇവരവിടെ ആക്കണം, അതല്ലെങ്കിൽ ശരിയാകില്ല എന്നേ അച്ഛനോട് ഇത്ര ദിവസം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണെന്നേ എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം രേവതിക്കുട്ടിയുടെ മനസ്സിൽ വേറൊരു ചിന്തയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്ത് പോകുന്നത് രേവതിക്കുട്ടിയെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. രേവതിക്കുട്ടി രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്ന് കാണാം. രോഹിത്തിനോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് കാണാം. ഇതേ സമയം രോഹിത്ത് പറയുന്നുണ്ട്, ഒരു കാരണവശാലും പേടിക്കേണ്ട, നിനക്ക് വിളിച്ചാൽ അപ്പുറത്ത് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാകും, എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്പർ കൊടുക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.